ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യം തന്നെ എന്നെ ഈ തിരു അൾത്താരയുടെ മുമ്പിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തുവാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്ക്, കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് നീനു മേരി ജോസഫ്. ഞാൻ പത്തനംതിട്ട കോന്നിയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ആദ്യമായി കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കുന്നത്. അതിന് ഞാൻ ബികോം പഠിക്കുകയായിരുന്നു. ഞാൻ സയൻസിൽ +2 എടുത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ബികോം വളരെയധികം പാടായിരുന്നു. തന്നെയല്ല, എത്രമാത്രം കഠിനമായി പഠിച്ചിട്ട് പോയാലും ഒരിക്കലും ഞാൻ പഠിക്കുന്നതിൻ്റെ പകുതി പോലും എനിക്ക് എക്സാം സമയത്ത് ഓർമ്മ നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയും കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു എല്ലാ എക്സാമും എഴുതാൻ പോയിരുന്നത്. +2 മുതൽ എൻ്റെ കയ്യിലൊരു ജപമാല ഉണ്ടായിരിക്കും എക്സാം പോകുന്ന സമയത്ത്. അപ്പം അതുപോലെ തന്നെ ബികോം സമയത്ത് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ചിരുന്ന നിയോഗമായിരുന്നു, ഒരു സെമ്മി പോലും ഒരു സപ്ലി പോലും ഇല്ലാതെ എനിക്ക് പാസ്സാവണം. എൻ്റെ കഴിവിൽ എനിക്ക് പാസ്സാകാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം അത്രത്തോളം ഞാൻ പഠിക്കുന്നതൊന്നും എനിക്ക് ഓർമ്മ നിൽക്കുന്ന ഒരാളായിരുന്നില്ല. പഠിക്കുന്ന സമയത്തെല്ലാം കരഞ്ഞുകൊണ്ടല്ലാതെ പഠിക്കാൻ സാധിച്ചിരുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നിയോഗത്തിൽ അങ്ങനെ സമർപ്പിച്ചു. സെക്കൻഡ് സെമ്മിൽ എൻ്റെ ഒരു എക്സാം വളരെയധികം പാടായിരുന്നു. ഞാൻ ആ എക്സാമിന് എന്താണ് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും അറിയില്ല. എന്തൊക്കെയോ പഠിച്ചത് ഞാൻ എഴുതി വെച്ചു എന്നല്ലാതെ ഞാൻ കറക്റ്റായിട്ടൊരു ആൻസറേ ആയിരുന്നില്ല ഞാൻ എഴുതിയത്. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അതിന് ഫെയിലാവും എന്നുള്ളത്. ഞങ്ങളുടെ ക്ലാസ്സിൽ 44 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്നേക്കാൾ നന്നായിട്ട് പഠിക്കുന്നവരുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 44 പേരുള്ള ക്ലാസ്സിൽ 43 പേരും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് പാസ്സായി. എന്നെ മാത്രം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഉയർത്തി. ആ സെമ്മിൽ വളരെയധികം പാടായിരുന്ന ആ എക്സാം പോലും നല്ല മാർക്കോടെ പാസ്സാക്കി. ആ സെമ്മിലെ എല്ലാ സബ്ജക്റ്റിനും ഞാൻ പാസ്സായി. അതുപോലെ തന്നെ 6 സെമ്മിലും ഒരു വിഷയത്തിന് പോലും സപ്ലി ഉണ്ടാവാതെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി നല്ല ഉന്നത വിജയം തന്ന പരിശുദ്ധ അമ്മ എന്നെ ഉയർത്തി. 44 പേരുള്ള ക്ലാസ്സിൽ 43 ഫെയിലായി. ഞാൻ ഒരാൾ മാത്രമേ ആ സെമ്മിൽ പാസ്സായുള്ളൂ. അതുകൊണ്ട് തന്നെ 6 സെമ്മിൽ ഒറ്റ ഒരാളായി ഞാൻ മാത്രമേ ഉള്ളൂ സപ്ലി ഇല്ലാതെ പാസ്സായത്. അത് പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ്, എൻ്റെ മെറിറ്റിലല്ല, അമ്മയുടെ ഗ്രേസിൽ കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത്. ശേഷം 2024 നവംബറിൽ ഞാൻ അതിൻ്റെ ഉടമ്പടി പുതുക്കിയ ശേഷം എൻ്റെ മുഖത്ത് വളരെയധികം കുരുകൾ നിറഞ്ഞിട്ട് എനിക്ക് അലർജി ഉണ്ടായിരുന്നു. വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ചൊറിച്ചിലും ചുമക്കുകയൊക്കെ ആയിരുന്നു. നിറയെ കുരുവായിരുന്നു. മാസങ്ങളായിട്ടുണ്ടായിരുന്ന അലർജി ആയിരുന്നു. ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഒരു 900 രൂപയുടെയൊക്കെ ഓയിൽമെൻറ്റൊക്കെ ഞാൻ പൂർണ്ണമായും പുരട്ടിയിട്ട് പോലും എനിക്ക് ആ അലർജി പൂർണ്ണമായിട്ട് മാറി കിട്ടിയിരുന്നില്ല. ഞാൻ ഇവിടെ കൃപാസനത്തിലെ സന്ധ്യയിലുള്ള ഉടമ്പടി പ്രാർത്ഥനയിൽ വിശുദ്ധ തൈലവും വെഞ്ചരിച്ച ഉപ്പും ചാലിച്ച് മുഖത്ത് പുരട്ടി മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിത് മാറ്റിത്തരണമേ. അതിൻ്റെ ഫലമായി എൻ്റെ മുഖത്തുള്ള മാസങ്ങളായിട്ടുള്ള മരുന്ന് പോലും കഴിച്ചിട്ട് മാറാതിരുന്ന അലർജി പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ DLED സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം, ഫസ്റ്റ് സെമ്മിന് എനിക്ക് എല്ലാ വിഷയത്തിനും A+ ആയിരുന്നു. സെക്കൻഡ് സെമ്മിലും നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോഴും കൂട്ടിന് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാണ് എക്സാമിന് പോകുന്നത്. 3 എക്സാം ആയിരുന്നു. എല്ലാം വെള്ളം പോലെ പഠിച്ചിട്ട് പോയ ആളാണ് ഞാൻ. സൈക്കോളജിയുടെ എക്സാമിന് 10 മാർക്കിൻ്റെ ഒരു എസ്സേ ആൻസർ അറിയാമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ക്വസ്റ്റ്യനുള്ളൊരു കൺഫ്യൂഷൻ കാരണം, ഏത് ആൻസറാണ് എഴുതണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ഞങ്ങളുടെ മിക്കവാറും എല്ലാ കുട്ടികൾക്കും ആ ആൻസർ തെറ്റിപ്പോവുകയുണ്ടായിരുന്നു. എനിക്കും തെറ്റിപ്പോയി. കാര്യം എഴുതാൻ സാധിക്കാതിരുന്ന ആൻസറാണ് എനിക്ക് കൂടുതലും അറിയുന്നിരുന്നത്. എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി A+ നഷ്ടമായി. കാര്യം പഠിച്ചുകൊണ്ട് പോയത് എഴുതാൻ പറ്റാതെ പോകേണ്ട ഒരു വലിയ സങ്കടം ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ A+ നഷ്ടമായി. വലിയൊരു സങ്കടമായിരുന്നു. കാരണം ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ചാണ് എക്സാം എഴുതാൻ പോകുന്നത്. പലപ്പോഴും കുട്ടികൾ എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടുമ്പോൾ ചോദിക്കാറുണ്ട്, നീ പഠിച്ചില്ലെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് മാർക്ക് കിട്ടുന്നത്? അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പഠിക്കും, പക്ഷേ പലപ്പോഴും ഞാൻ മറന്നുപോകും. പക്ഷേ പഠിച്ച കാര്യം കൃത്യസമയത്ത് ഓർത്തിരിക്കാനും സമയബന്ധിതമായിട്ട് എഴുതി പൂർത്തിയാക്കാനും ഞാൻ പരിശുദ്ധ അമ്മയും ഈശോയും കൂട്ടുപിടിച്ചാണ് പോകുന്നത്. എൻ്റെ കയ്യിൽ ഒരു ജപമാല കാണും. ആ ജപമാല ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റിന് മുകളിൽ വെച്ചിട്ടായിരിക്കും പരീക്ഷ എഴുതുന്നത്. അപ്പം അന്നും അങ്ങനെ തന്നെയാണ് പരീക്ഷ എഴുതിയത്. പിന്നെ ഞാൻ ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് തന്നെ ആ ഉടമ്പടിയുടെ വലിയ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ റീവാല്യൂഷൻ കൊടുക്കാൻ തയ്യാറായി. പക്ഷേ ഒരിക്കലും റീവാല്യൂഷൻ കൊടുത്താൽ മാർക്ക് കിട്ടിയില്ല. DLEDൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 2 മാർക്കൊക്കെ കൂടുതൽ കിട്ടിയ ഭാഗ്യമെന്ന് പറയാം. 70 മാർക്ക്, എനിക്ക് 57 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. 10 മാർക്ക് തെറ്റുത്തരം എഴുതിയതുകൊണ്ട് 10 മാർക്ക് ഓൾറെഡി കിട്ടത്തില്ലെന്ന് ഉറപ്പാണ്. പിന്നെ എഴുതിയതിൻ്റെ ബേസിൽ ഒരു 3 മാർക്ക് കുറവും കിട്ടി.
കുറവ് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും റീവാലുവേഷൻ കൊടുത്താൽ 63 വേണം A+ കിട്ടാൻ. A+ കിട്ടുകയില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷേ എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ തന്നു എന്ന് എല്ലാവരുടെ അടുത്തും പറയണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം ഞാൻ റീവാലുവേഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ റീവാലുവേഷൻ്റെ ഫോം എടുത്തിട്ട് ഞാൻ ആകെ പ്രാർത്ഥിച്ചത്, മാതാവേ, ഒരു വട്ടം എൻ്റെ പേപ്പർ എല്ലാ ടീച്ചേഴ്സ് നോക്കി മാർക്ക് ഇട്ടതാണ്. മാക്സിമം മാർക്ക് അവർ ഇട്ടിട്ടുണ്ട്. ഒരു മാർക്ക് പോലും ഞാൻ എഴുതിയതിൻ്റെ കുറച്ചിട്ടില്ല. ഇനി എനിക്ക് മാർക്ക് ഇടേണ്ടത് പരിശുദ്ധ അമ്മയാണ്. അമ്മ എനിക്ക് മാർക്ക് ഇട്ട് തന്നാൽ മതി. കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. എക്സാം സമയത്ത് ധൃതി കൂടിയിട്ടാണ് എനിക്ക് കയ്യിൽ പേന നിൽക്കാറില്ല, തെറിച്ച് പോകും. എനിക്ക് പോലും അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ പലപ്പോഴും എക്സാം ഹോളിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര നിറകണ്ണുകളോടായിരുന്നു. കാരണം ഞാൻ പഠിച്ചിട്ട് പോയത് പോലും വൃത്തിക്കൊന്നും എഴുതി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഓൾറെഡി മാർക്ക് ഇട്ട ഒരു എക്സാം പരീക്ഷ പേപ്പറിൽ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരിക്കലും അവർ ബുദ്ധിമുട്ടി നോക്കില്ല, എനിക്ക് മാർക്ക് ലഭിക്കില്ല. അപ്പം 7 മാർക്ക് കൂടുതൽ വേണം. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ വേണം എൻ്റെ പേപ്പർ നോക്കാണ്. അമ്മ നോക്കി എനിക്ക് 7 മാർക്ക് കൂട്ടി. അമ്മ തന്നു എന്ന് എനിക്ക് എല്ലാവരുടെ പറയണം. എൻ്റെ ക്ലാസ്സിൽ ഉള്ള അവർക്ക് എല്ലാവർക്കും 10 മാർക്ക് നഷ്ടമായി, A+ പോയിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് കിട്ടുവാണെങ്കിൽ ഒരിക്കലും അത് നടക്കാത്തൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അമ്മയുടെ മെറിറ്റ് കൊണ്ടേ കിട്ടത്തുള്ളൂ. അപ്പം എനിക്കത് അങ്ങനെ തന്നെ അവരോട് പറയണം. അതുകൊണ്ട് അമ്മ എനിക്ക് തരണമെന്ന് പറഞ്ഞ് ഞാൻ ആ റീവാലുവേഷൻ ഫോമിൽ ഇവിടുത്തെ വ്യഞ്ചരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടൊപ്പം വൈകിട്ടത്തെ ഉടമ്പടി പ്രാർത്ഥനയോടൊപ്പം വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഓഫീസിൽ വിശ്വാസ പ്രമാണം ചൊല്ലി സബ്മിറ്റ് ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, റീവാലുവേഷൻ വന്നപ്പോൾ 7 മാർക്കാണെന്ന് അറിയത്തില്ല, മാർക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ 57 എന്നുള്ളത് A+ ആണെന്നുണ്ടെങ്കിൽ 63 മാർക്ക് മിനിമം വേണം, 7 മാർക്ക് കൂടുതൽ കിട്ടണം. 7 മാർക്ക് കൂടുതൽ കിട്ടി, എനിക്ക് A+ തന്നു. അത് വലിയൊരു അനുഗ്രഹം. കാരണം എൻ്റെ മെറിറ്റിൽ ഒരിക്കലും കിട്ടില്ല. കാരണം 10 മാർക്ക് പോയി എന്ന് പറയുമ്പോൾ തന്നെ A+ പോയി, 60 പിന്നെ ബാക്കിയുള്ളൂ. പിന്നെ എത്ര മാർക്ക് കൂടുതൽ കിട്ടിയാലും 63 ആകത്തില്ല, A+ ലഭിക്കത്തില്ല. പിന്നെ അതോടൊപ്പം ഈ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള കുറേ പേര് 2 ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നു. അവർക്ക് പോലും റീവാലുവേഷന് കൊടുത്തിട്ട് A+ ആയി ചേഞ്ച് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപ, അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രം ലഭിച്ചതാണ് എനിക്ക് A+. അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് വലിയൊരു സാക്ഷിയായിട്ട് എന്നെ ഉയർത്തിയതാണ്. പിന്നെ മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, കേറ്റത്തിൻ്റെ എക്സാമിന് ഞാൻ എക്സാം ഹോളിലേക്ക് പോകുന്ന വഴിക്ക് ജപമാല ചൊല്ലിക്കൊണ്ടാണ് പൊക്കോണ്ടിരുന്നത്. അപ്പം സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളതാണ്. അപ്പം ഞങ്ങൾക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ID പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. അപ്പം ആ ID പ്രൂഫിൻ്റെ ഒറിജിനൽ കൊണ്ട് മാത്രമേ നമുക്ക് ഹോളിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് ആ ID പ്രൂഫ് ഇല്ലായിരുന്നു. അപ്പം അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ID പ്രൂഫ് ഇല്ല, ഞാൻ എന്തിനാണ് വരുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല, വെറുതെ ഞാൻ വരും, എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. കാരണം അതിന് മുന്നേ തന്നെ വിദ്യാഭ്യാസ ഓഫീസറിനോട് ചോദിച്ച പ്രകാരം ഒരിക്കലും എക്സാം എഴുതാൻ പറ്റത്തില്ല, അടുത്ത വട്ടത്തേക്ക് എക്സാം എഴുതിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഉറപ്പാണ് ഇനി എഴുതാൻ പറ്റില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ അവിടെ ഈ സങ്കടം കണ്ടപ്പോൾ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക, ലുത്തിന് ചൊല്ലുന്ന സമയം. അപ്പം ഞാൻ അവളോട് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് കാശ് രൂപയൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നീതി പിടിച്ച് പ്രാർത്ഥിച്ച് ഉറപ്പായിട്ടും മാതാവ് അനുഗ്രഹിക്കും. കാരണം ഞാൻ ഈ ക്ലാസ് ഇരുന്ന സമയത്ത് കൂടുതൽ സമയം പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് പറയാറുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇവർ കേൾക്കുന്നവരാണ്. അപ്പം ഞാൻ എൻ്റെ വിശ്വാസത്തിൽ, ഞാൻ ഉടമ്പടി എടുത്തിട്ടാണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ കാശ് രൂപ അവിടെ കൊടുത്തിട്ട് പറഞ്ഞു, ഉറപ്പായിട്ടും മുറുകെ പിടിച്ചോ, മാതാവ് ഉറപ്പായിട്ട് എക്സാം എഴുതിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവൾക്ക് വേണ്ടി വിശ്വാസ പ്രമാണോ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ബസ്സിൽ പോകുന്നവർ ചൊല്ലിക്കൊടുന്നു. അവിടെ ചെന്ന് അവൾ ഓഫീസിൽ പോകുന്ന സമയത്ത് അവൾ കാശ് രൂപ മുറുകെ പിടിച്ചു. ഞാൻ പുറത്തുനിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഞാൻ എക്സാം ഹോളിൽ കയറുന്നതിന് മുന്നേ എനിക്ക് വേണ്ടിയും അവൾക്ക് വേണ്ടിയും ചൊല്ലി പ്രാർത്ഥിച്ചു. അവളെ എക്സാം ഹോളിൽ അവളെ ഓഫീസിൽ ചെന്ന് അവരുടെ ഇൻവിജിലേറ്ററിനോട് ചോദിച്ചു, എനിക്ക് എക്സാം എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ കാശ് രൂപ മുറുകെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വെളിയിൽ നിന്നൊരു ഓഫീസർ, ആരാന്നറിയില്ല, പെട്ടെന്ന് ഒരു സാറ് കയറി വന്നിട്ട് അവളോട് ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു. അവൾ കാര്യം പറഞ്ഞപ്പോൾ അവളോട് സാറ് പറഞ്ഞത് ഒരു പ്രശ്നവും ഇല്ല, 2 എക്സാമാണ്, KTT 1ഉം KTT 2ഉം രാവിലെ ഉച്ചയ്ക്കുമായിട്ട് 2 എക്സാം എഴുതിക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് അവൾ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് കാശ് രൂപ മുറുക്കി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അത് മാതാവാണ് ഇത് സാധിച്ചത്, ഇല്ലാതെ എനിക്ക് ഒരിക്കലും ഇത് എഴുതാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ എനിക്കൊരാഗ്രഹമായിരുന്നു, എന്നിലൂടെ അക്രൈസ്തവായിട്ടുള്ള ആർക്കെങ്കിലും, മാതാവിനെ അറിയാത്ത ആരെങ്കിലും പരിശുദ്ധ അമ്മയെന്ന് അറിയുന്നത് എനിക്കത് കാണിച്ചല്ലെങ്കിൽ എനിക്കിന്ന് സാധിച്ചറിഞ്ഞുള്ള പ്രാർത്ഥന പരിശുദ്ധ അമ്മ സാധിച്ചു. അവളിവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വരും. പിന്നെ വേറെ പറയാനുള്ളൊരു കാര്യം, TTCക്ക് ടീച്ചിങ് പ്രാക്ടീസിന് മുന്നേ നമ്മളൊരു സബ്ജക്റ്റ് ക്രിറ്റിസിസം ക്ലാസ് എടുത്ത് കാണിക്കണം. അപ്പം എനിക്ക് കിട്ടിയത് സോഷ്യലായിരുന്നു. എനിക്ക് നല്ല ടഫുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം സാധാരണ ഞാൻ പ്രിപ്പയർ ആയിട്ടൊക്കെ പോവും, കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ പോവും. പക്ഷേ അന്ന് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല, എനിക്ക് സമയം കിട്ടിയില്ല. തന്നെ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു, ഗ്രാഹ്യം അത്രത്തോളം കുറവായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ജസ്റ്റ് ടീച്ചിങ് മാനുവൽ എഴുതണം ആദ്യം, അതിന് മുന്നേ നമ്മൾ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ എഴുതി ഒന്ന് വായിച്ച് നോക്കിയതേ ഉള്ളൂ. പിറ്റേന്ന് പോവുകയാണ്, നല്ല ദേഷ്യമുള്ളൊരു ടീച്ചറാണ്. അപ്പം വീണ്ടും റീറൈറ്റ് ചെയ്യും, വീണ്ടും ക്ലാസ് എടുക്കാൻ പറയും, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, പരിശുദ്ധ അമ്മേ, നീ എനിക്ക് വേണ്ടി പോയി ക്ലാസ് എടുക്കണം, എനിക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ നിന്നെ കൂട്ടുപിടിച്ചാണ് പോകുന്നത്, നീ എനിക്ക് വേണ്ടി പോയി ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഇല്ലാത്തപ്പോഴത്തെ വലിയ ടെൻഷൻ, കോൺഫിഡൻസ് ഒട്ടും ഇല്ലാതെ ഞാൻ പോയത്. അങ്ങനെ ഞാൻ അവിടെ പോയി നിന്നു. ഞാൻ നിന്നെന്നുള്ളതല്ലാതെ ഞാൻ പ്രിപ്പയർ ചെയ്യാത്ത, ഞാൻ എത്രത്തോളം മനോഹരമായിട്ട് അതിന് മുന്നേ ഞാൻ ക്ലാസ് എടുത്ത ഒരാളാണ്, പക്ഷേ അതിനേക്കാളൊക്കെ ഒത്തിരി മനോഹരമായിട്ട് രീതിയിൽ അന്ന് എനിക്ക് ക്ലാസ് എടുത്ത് അവതരിപ്പിക്കാൻ പറ്റി. അന്ന് അവിടെ നിന്ന് ആ ടീച്ചർ വാലുവേറ്റ് ചെയ്ത് ടീച്ചർ പറഞ്ഞത്, ഈ ക്ലാസ് കണ്ട് പഠിക്കണമെന്ന് മറ്റു കുട്ടികളോട് പറയാനുള്ളൊരിടയായി. അത് ഞാൻ ക്ലാസ് എടുത്തതുകൊണ്ടല്ല, പരിശുദ്ധ അമ്മ അവിടെ വന്ന് നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടാണെന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. പിന്നീട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് വെച്ചാൽ, എൻ്റെ നിയോഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു കൃപ നൽകണം എന്നുള്ളത്. ഞാൻ പണ്ട് മുതൽ മരിയ ഭക്തിയാണ്, പക്ഷേ ഇത്ര ആഴത്തിൽ എനിക്ക് മാതാവിനോട് അടുപ്പുണ്ടായിരുന്നില്ല. എന്നാലും എല്ലാ ഞായറാഴ്ചകളും വിശുദ്ധ കുർബാന ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഞാൻ മുടക്കിയിട്ടില്ലെങ്കിൽ, മുടക്കുന്നത് ഭയങ്കര സങ്കടമുള്ളൊരു കൂട്ടത്തിലാണെങ്കിലും ഞായറാഴ്ചകളിലായിരുന്നു ഞാൻ കുർബാനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അതിന് ഉടമ്പടി എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ രാവിലെയൊക്കെ എഴുന്നേറ്റാലും ഒരിക്കലും നടക്കുകയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ചു, എനിക്ക് അമ്മയ്ക്ക് ഇഷ്ടമൊരു കൃപ എനിക്ക് തരണമെന്ന്. അതിൽ പിന്നെ ഡിസംബർ 8 മുതൽ ഇന്ന് ഈ നിമിഷം വരെയും എല്ലാ പരിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാനുള്ള വലിയൊരു കൃപ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ ഒരു 3 ദിവസം പോകാതിരുന്നിട്ടുള്ളതേ ഉള്ളൂ. അതിന് ശേഷമുള്ള എല്ലാ കുർബാനകളിലും എനിക്ക് പോകാൻ പറ്റും. അതും എൻ്റെ ഇടവകയിൽ 2 ദിവസമേ കുർബാനയുള്ളൂ. അടുത്തുള്ളൊരു ഇടവകയിൽ രാവിലെ തന്നെ ഒരുങ്ങി ഞാൻ എല്ലാ ദിവസവും, ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ മാതാവ് തന്ന മറ്റൊരു കൃപയാണ്, ഞാൻ ജപമാല എന്നും ചൊല്ലുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം ഒരു ജപമാല കമ്പൽസറി എനിക്ക് ചൊല്ലിയിരിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. പക്ഷെ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഒരു 6 ജപമാല ഞാൻ കമ്പൽസറി ചൊല്ലാൻ ശ്രമിക്കും. അതും പരമാവധി മുട്ടിൽ നിന്ന് തന്നെ ജപമാല ചൊല്ലാൻ സാധിക്കാറുണ്ട്. പിന്നെ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ മറ്റൊരു നിയോഗമാണ്, എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വേണമെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ. ഞാൻ എല്ലാ കാര്യത്തിനും ചെറുപ്പം മുതൽ കൂട്ടുപിടിക്കുന്ന പരിശുദ്ധ അമ്മയായിരുന്നു. അത് ഈശോയിലേക്ക് പെട്ടെന്ന് എത്താൻ നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ സാധിക്കും എന്നുള്ള വലിയ ബോധ്യം കൊണ്ട് തന്നെ പണ്ട് മുതൽ അമ്മയോടുള്ള ഭയങ്കര ഭക്തി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ സാന്നിധ്യം വേണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനുവേണ്ടി നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു നിയോഗം അതായിരുന്നു. അതിലൂടെ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഉടമ്പടിയുടെയും തിരികൾ കത്തിക്കുമ്പോൾ ഒരു 20ഓളം അടയാളങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അതൊരു ഹേർട്ടായിട്ടും റോസാപ്പൂവ്, ഫ്ലവർ, അങ്ങനെ ഒരു 20ഓളം അടയാളം, 20ഓളം ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. 23, 25ഓളം അടയാളങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ലഭിച്ചത് ഒരു ഹേർട്ടായിരുന്നു. അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു, ഇത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്, എനിക്ക് ഡൗട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് അമ്മ തന്ന അടയാളമാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞതിന് തൊട്ട് ശേഷം സാക്ഷ്യം കണ്ടപ്പോൾ ആ സാക്ഷ്യത്തിലുള്ളൊരു ചേച്ചി പറയുന്നത് ഇതുപോലെ തന്നെയാണ്, എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിട്ടൊരു ഹേർട്ട് മെഴുകുതിരി കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ അപ്പം ഞാനും ഉറപ്പിച്ചു പരിശുദ്ധ അമ്മ എനിക്ക് എന്ന സാന്നിധ്യമാണ്. അതുപോലെ 20ഓളം അടയാളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും മെഴുകുതിരിയിൽ പരിശുദ്ധ അമ്മയെ കണ്ടെന്ന് പറയുമ്പോൾ ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ എൻ്റെ നീല മെഴുകുതിരിയും പച്ച മെഴുകുതിരിയും ഒരു സ്റ്റാൻഡിലാണ് കത്തിച്ച് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ 2:30-ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാറുണ്ട് ഉച്ച സമയങ്ങളിൽ. ആ സമയത്ത് നീല മെഴുകുതിരിയും പച്ച മെഴുകുതിരിയും ഉരുകി വീണ ഒരു മെഴുക് ഞാനിങ്ങനെ എടുത്ത് നോക്കി. ആദ്യം എനിക്കൊന്നും തോന്നില്ല, ഒന്നുകൂടെ എൻ്റെ മനസ്സിൽ ഒന്നുകൂടെ നീ നോക്കാമെന്ന് നോക്കിയപ്പോൾ അതിൽ പരിശുദ്ധ അമ്മ ഈശോയെ എടുത്തു നിൽക്കുന്ന ഒരു രൂപമായിട്ട് എനിക്ക് ലഭിച്ചു. അതിൽ പച്ച കളറ് പരിശുദ്ധ അമ്മയ്ക്കും നീല കളറ് ഈശോയ്ക്കുമായിട്ടുള്ളൊരു രൂപം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അടയാളങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ചാരമായിട്ട് പോകും. പലപ്പോഴും ഈ ചാരം കറുത്ത കളറിലായിരിക്കും കാണാറുള്ളത്, നമ്മൾ അല്ലെങ്കിൽ ആഷ് കളറിലായിരിക്കും ചാരം. കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ഈ ചാരം നീല കളറിൽ, അതായത് കടും നീല കളറിലായിട്ട് ഈ ചാരം എനിക്ക് ലഭിക്കേണ്ടത് ഞാനൊരു പേപ്പറിലെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രത്തോളം ഒരുപാട് സാന്നിധ്യം പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ആദ്യം തന്നെ പറയാം. ഞാൻ പറഞ്ഞു കുർബാനയിൽ എനിക്ക് എല്ലാ ദിവസവും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ കമ്പൽസറി ഞാൻ കുമ്പസാരിക്കും. അതിന് മുന്നേ കുമ്പസാരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 2 ആഴ്ച വരെ കാത്തു നിൽക്കില്ല, അതിന് മുന്നേ കുമ്പസാരിക്കും. പിന്നെ ജപമാല ചൊല്ലും. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ 5:15 എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഇപ്പം അത് മാറ്റി 5 മണിക്ക് എഴുന്നേറ്റ് ഫ്രഷായി ഒരു ജപമാല ചൊല്ലിയതിന് ശേഷമേ ഞാൻ ഡെയിലി ബ്രെഡിലൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാറുള്ളൂ. അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് 2:30-ക്ക് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 7 തവണ ചൊല്ലി പ്രാർത്ഥിക്കും. വെളിയിലാണെങ്കിലും ആ സാഹചര്യം അനുസരിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്.
പിന്നെ അതുപോലെ തന്നെ എനിക്കുണ്ടായിരുന്ന ഒരു വലിയൊരു കാര്യമാണ് മാർക്ക് കിട്ടിയത്. ഞാൻ ഫിലിംസ് നന്നായിട്ട് കാണുന്ന ഒരാളായിരുന്നു, പുതിയതും പഴയതും. എനിക്ക് ഡിപ്രഷനൊക്കെ വരുന്ന സമയത്ത് എൻ്റെ ആ മൈൻഡ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു 2 വഴിയിൽ, ഒന്നെങ്കിൽ ഉറങ്ങുക, ഒന്നെങ്കിൽ ഫിലിം കാണുക. അപ്പോൾ തുടർച്ചയായിട്ട് ഫിലിം കാണുമ്പോൾ 2-2.5 മണിക്കൂറൊക്കെ ആ ചിന്തയിലാണ് പോകുന്നുള്ള ഓർത്തിട്ട് ഞാൻ ഫിലിംസ് ഒരു ദിവസമൊക്കെ 3 ഫിലിംസ് 4 ഫിലിംസൊക്കെ കാണുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ 5 മാസമായിട്ട് ഞാൻ ഒരു ഫിലിമും കണ്ടിട്ടില്ല. അത് ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചല്ല, പരിശുദ്ധ അമ്മ എനിക്ക് തന്ന ഒരു കൃപയായിട്ട് തന്നെ ഞാൻ കാണും. അതുപോലെ തന്നെ ഞാൻ സോങ്സ് നന്നായിട്ട് കേൾക്കുന്ന ഒരാളായിരുന്നു. ഫിലിം സോങ്സ് രാത്രി കിടക്കുന്ന സമയത്തൊക്കെ പാട്ട് കേട്ടിട്ട് കിടന്നുറങ്ങുക, നോട്ട് എഴുതുന്ന സമയത്ത് പാട്ട് കേൾക്കാമെന്നുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഫിലിം സോങ്സിന് പകരം ഞാൻ കേൾക്കുന്നത് ഇവിടുത്തെ സാക്ഷ്യമാണ്. അത് TTCക്ക് പോകുന്നവർക്കറിയാം. ഞാനൊക്കെ രാവിലെ ഒരു 7 മണി 8 മണിക്ക് എഴുതാനിരുന്ന് കഴിഞ്ഞാൽ രാത്രി 1 മണി 2 മണി വരെ ഇരുന്ന് എഴുതും. കണ്ടിന്യൂസ് എഴുത്തായിരിക്കും. അപ്പോൾ ഈ കണ്ടിന്യൂസ് വരെ ഞാൻ രാവിലെ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങിയാൽ ഞാൻ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ സമയം വരെ കണ്ടിന്യൂസ് സാക്ഷ്യം കേൾക്കും. ഞാൻ പൂർണ്ണമായിട്ട് 5 മാസമായിട്ട് ഫിലിം സോങ് കേൾക്കുകയോ പാടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊന്നും ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചല്ല, എനിക്ക് ആ ഇൻട്രസ്റ്റ് പരിശുദ്ധ അമ്മ എടുത്ത് മാറ്റിയിട്ട് കൂടുതൽ ആ സമയം കൂടെ ഒന്നെങ്കിൽ അച്ഛൻ്റെ ധ്യാനം കേൾക്കാലോ അല്ലെങ്കിൽ സാക്ഷ്യം കേൾക്കാലോ എന്നുള്ളൊരു ആഗ്രഹമാണ് ഉള്ളിലുള്ളത്. പിന്നുള്ളത് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ചെയ്തു എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്യിപ്പിച്ചതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതിനുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഒരുക്കി തരും, ഞാനത് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും ഇവിടെ വരും, പത്രം വായിക്കും, അത് വിതരണം ചെയ്യും. വിതരണം ചെയ്യുന്നത് കൂടുതലും അക്രൈസ്തവർക്കാർക്ക് ഉള്ളവർക്കായിരിക്കും ചെയ്യുക, അതെനിക്ക് നിർബന്ധമാണ്. പിന്നെ ഒന്ന് താമസിച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാര്യം ഞാൻ എന്തെങ്കിലും ഉടമ്പടിയിൽ പുറകോട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു കുറ്റബോധമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതിന് പകരമായിട്ട് ഞാൻ തന്നെ ഒരു പ്രായശ്ചിത്തം പോലെ അതിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ കൈ കൊണ്ട് തന്നെ എഴുതും. ഒരു തെറ്റുണ്ടായെങ്കിൽ അവസാനം ഒരു ലാസ്റ്റ് വരി പോലെ ഒരു തെറ്റുണ്ടെങ്കിൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങി എഴുതി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പത്രത്തിലോടൊപ്പം ചേർത്താണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ എൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന ഭാഗമായിട്ട് ഞാൻ ഇവിടുന്ന് തമിഴ് പത്രങ്ങൾ വാങ്ങിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാറ്റഗിസം പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്കും ഇന്നിവിടെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മണിക്കൂറുകളോളം അവരുടെ മുന്നിൽ നിന്ന് സാക്ഷ്യം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയും, അത് 5-10 മിനിറ്റ് അല്ല, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിർത്താറേ ഇല്ല, പറഞ്ഞുകൊണ്ടേ ഇരിക്കും. എന്നോട് എല്ലാവരും ചോദിക്കും, നീ ഇത്രമാത്രം സംസാരിക്കും, ഇതെന്താ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കണം. അത്രത്തോളം വാതോരാതെ ഞാൻ സംസാരിക്കും, അത് മണിക്കൂറുകളോളം സംസാരിക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭൗതികമായി കിട്ടിയ അനുഗ്രഹങ്ങളെക്കാളും ഉപരിയായിട്ട് കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എന്നെ ഉയർത്തിയത്. എൻ്റെ കാരുണ്യ പ്രവൃത്തിയും ഒരു സാക്ഷ്യമായിട്ട് തന്നെ പറയണം. കാര്യം എനിക്ക് ടീച്ചിങ് പ്രാക്ടീസിന് കിട്ടിയത് എനിക്ക് ഒട്ടും പോകാൻ സാധ്യമല്ലാത്ത കുറച്ച് ദൂരമുള്ളൊരു സ്കൂളായിരുന്നു. അപ്പം എനിക്കൊട്ടും താല്പര്യമില്ല അവിടെ പോകാൻ. അതിന് കുറച്ചുകൂടെ അടുത്ത് എനിക്കൊരു സ്കൂള് ഉണ്ടായിരുന്നു. അപ്പം മാതാവിനോട് ഞാൻ ചോദിച്ചു, മാതാവ് ഇത് എനിക്ക് നീ തന്നതാണെങ്കിൽ ഞാൻ പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ടീച്ചറിനോട് ചോദിക്കാം, ടീച്ചർ മാറ്റി തരുന്നില്ലെങ്കിൽ നീ തന്നതാണെന്ന് തന്നെ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നുകൂടെ പോയി ചോദിച്ചു, ടീച്ചർ എനിക്ക് മാറ്റി തരുമെന്ന് ചോദിച്ചു, തരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശ്വസിച്ചു, ഓക്കെ മാതാവ് തന്നെയാണെന്ന് വിശ്വസിച്ചു. ഞാൻ സ്നേഹത്തോടെ തന്നെ അവിടെ പോയി. അവിടെ പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചോദിക്കും, ഇതിൻ്റെ പിന്നിലുള്ള പദ്ധതി എന്താണെന്ന് ചോദിക്കും. അപ്പോൾ കാരുണ്യപ്രവൃത്തി ചെയ്യുന്ന ആദ്യ സമയത്ത് തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ളൊരു അമ്മമാരുടെ വൃദ്ധസദനമുണ്ട്, അവിടെ പോയി കാരുണ്യപ്രവൃത്തി ചെയ്യണമെന്ന്. പക്ഷേ അവിടെ പോകാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം, യാത്രാ സൗകര്യം കുറവ് കാരണം എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അതിന് പകരം ഞാൻ വേറെ സ്ഥലത്ത് പോയി ചെയ്തിരുന്നു. അപ്പം ഞാൻ ആ സ്കൂളിൽ പോയപ്പം ആ സ്കൂളും ഞാൻ പോകാൻ ആഗ്രഹിച്ച ആ സ്ഥാപനവും തമ്മിൽ ഒരു മതിലിൻ്റെ വ്യത്യാസമുള്ളൂ. എനിക്ക് എൻ്റെ ക്ലാസ് നിന്ന് കഴിഞ്ഞാൽ ആ സ്കൂൾ അമ്മമാരുടെ ആ സ്ഥാപനം കാണാൻ പറ്റും. പക്ഷെ ഞാൻ അവിടെ പോയൊന്നുമില്ല, ഞാൻ ഓർത്തുപോലും ഇല്ല. അപ്പം ഞാൻ ഒരു ദിവസം കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞ ശേഷം ആ മതിലിലൂടെ ഇടയ്ക്ക് ഇങ്ങനെ എത്തി നോക്കും, അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ എത്തി നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ടായിരുന്നു. ആ ഗ്രോട്ടോയുടെ ഒരു ഭാഗം ഇങ്ങനെ ഇളകി കിടക്കുക, ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു ചെറിയൊരു ഭാഗം അടർന്ന് കിടക്കുക. അതിലൂടെ ഞാൻ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു സൈഡാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷിച്ചു. കാരണം ഒരു 50 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ അടുത്ത് പരിശുദ്ധ അമ്മ എനിക്കുണ്ട്. അപ്പം എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി അമ്മ തന്നെ തന്ന സ്കൂളാണെന്നുള്ളത്. അപ്പം ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം അമ്മ എൻ്റെ അടുത്തുണ്ടല്ലോ എന്ന്. ഞാൻ വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് ഫ്രഷ് ആയിട്ടൊരു ജപമാല ചൊല്ലുന്ന പതിവുണ്ട് സ്കൂളിൽ നിന്ന് പോയിട്ട്. അപ്പം ഞാൻ അന്ന് ചൊല്ലിയ സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ഇങ്ങനെ ആരോ പറയുന്നത് തോന്നി, നീ ആഗ്രഹിച്ചത് അവിടെ പോയി കാരുണ്യപ്രവൃത്തി ചെയ്യണമെന്നല്ലേ, പിന്നെ എന്താ നീ അവിടെ പോകാതെ എന്നുള്ളത്. അത് ഭയങ്കര വലിയൊരു ബോധ്യമായിരുന്നു എനിക്ക്. പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് അവിടുത്തെ മദറിനോട് ചോദിച്ചു, ഞാനിവിടെ വന്ന് കാരുണ്യപ്രവൃത്തി ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് അനുവാദം തന്നു. 45 ദിവസമാണ് ടീച്ചിങ് പ്രാക്ടീസ്. ആദ്യത്തെ ഒരു 20 ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരിക്കലും ഓർത്തില്ല എനിക്ക് ഇതിനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്കൂൾ തന്നെന്നുള്ളത്. അതിനുശേഷം എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു വട്ടം കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാലും
എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ അവിടെ പോയി അവിടുത്തെ അമ്മമാരുമായിട്ട് സംസാരിച്ച് അവരെ കുളിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത് തിരിച്ചു വരാൻ പരിശുദ്ധ അമ്മ എനിക്ക് വലിയൊരു കൃപ തന്നത് പരിശുദ്ധ അമ്മ നേരിട്ട് കൊണ്ട് എത്തിച്ചു എന്നുള്ളൊരു അനുഭവം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ആഹാരം ഇല്ലാത്തവർക്ക് ഞാൻ ആഹാരം ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ഉള്ള ചെറിയ പോക്കറ്റ് മണിയൊക്കെ വെച്ചിട്ട് ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. ഇത്രയധികം വളരെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-1 തിരുവചനം മുതൽ അരുളി ചെയ്യുന്നു: ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. യുവാക്കളായ മക്കൾ ഇന്ന് കർത്താവിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുക. അവരുണർന്ന് പ്രശോഭിക്കുന്നത് എങ്ങനെയാണെന്ന് തിരുവചനം നമ്മോട് അരുളി ചെയ്തതുപോലെ മേരി ജോസഫ് തൻ്റെ ജീവിതത്തിൽ താൻ ഇന്ന് എത്രമാത്രം കർത്താവിൻ്റെ അമ്മയ്ക്കും പ്രിയപ്പെട്ട ഒരു മകളായിട്ട് മാറുവാനായിട്ട് ഉടമ്പടി ജീവിതം തന്നെ സഹായിച്ചിരിക്കുന്നു. അത് ഓരോന്നും ഈ മകൾ പറഞ്ഞത് ഇവിടെ വ്യക്തമാണ്. തൻ്റെ ജീവിതത്തിൽ താൻ BCom എടുത്ത് പഠിക്കുമ്പോൾ, സയൻസ് പഠിച്ചിരുന്ന മകൾ BCom എടുത്ത് പഠിക്കുമ്പോൾ അത് തനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യം. എന്നാൽ 43 പേരും പാസ്സാകാത്തിടത്ത് തന്നെ സ്കൂളിൽ 44 പേര് തൻ്റെ ബാച്ചിലുള്ളപ്പോൾ താൻ മാത്രം ഒരു സപ്ലിമെൻ്ററി പോലും കിട്ടാതെ താൻ പാസ്സായ കാര്യവും പിന്നീട് റീവാല്യുവേഷന് കൊടുക്കുന്ന കാര്യമൊക്കെ അതിൻ്റെയൊക്കെ വ്യക്തതയുണ്ട്. അതെല്ലാം നാം കേട്ടതാണ്. അതിനൊന്നും ഒരു ചാൻസ് ഇല്ല. എന്നാൽ ഇല്ലാത്ത അവസരങ്ങൾ ഉണ്ടാക്കുക, അതാണ് ഉടനടി പരിഹാരമെന്നും ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഉടമ്പടിയിലൂടെ നടക്കുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുക്കണം. നടക്കില്ല എന്ന് ഈ മകൾക്ക് 100% ബോധ്യമുണ്ട്. എന്നാൽ അമ്മയാണ് ഇത് നടത്തുക, താനല്ല. അത് അമ്മയോട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്ന മകൾക്ക് മെഴുകുതിരിയിലും അതുപോലെ അമ്മയുടെ സുഗന്ധാഭിഷേകം ഇതൊക്കെ ഇന്ന് പറയുന്നത് ഈ യുവതലമുറയാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് ഫിലിമും ഒക്കെ തൻ്റെ ഒരു പാഷനായിട്ട് നടന്നിരുന്ന മകളാണ്. ഇന്ന് തനിക്ക് ഇതൊന്നുമല്ല പാഷൻ. ഇന്ന് പാഷനായിട്ടുള്ളത് ഇന്ന് ലഹരിയാണ്. അതായത് ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് സാക്ഷ്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഒരു ലഹരിയായി മാറിയിരിക്കുന്നു എന്നും തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ സമ്പത്ത് എത്രമാത്രമാണെന്ന് താൻ ചൊല്ലുന്ന ജപമാലകൾ, ഒരു ജപമാല പോലും ചൊല്ലുവാനായിട്ട് തനിക്ക് സാധ്യമല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് 6 ജപമാലകൾ എങ്കിലും മിനിമം താൻ ഇന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നു എന്നും അതും അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്തൊക്കെയുള്ള പ്രാർത്ഥനകൾ ഓരോന്നിനും വ്യക്തതയുണ്ട്, വളരെയധികം ബോധ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താൻ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളൊക്കെ തനിക്ക് നടന്നു കിട്ടിയത്. താൻ മൂലം അക്രൈസ്തവയായ ഒരു മകൾക്ക് കിട്ടിയ ബോധ്യം, അതുപോലെ മറ്റു കുട്ടികൾ അവരോടൊക്കെ വാതോരാതെ അമ്മയെക്കുറിച്ച് സംസാരിക്കുക. ഇന്ന് സംസാരിക്കുന്നത് പലതും ഉടമ്പടി എടുത്ത മക്കൾ ഉടമ്പടി ജീവിതത്തെക്കുറിച്ചും ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് കിട്ടുന്ന കൃപകളെക്കുറിച്ചും അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ചൊക്കെയാണ്. ഇതൊക്കെ തന്നെയാണ് ഈശോയും ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെയാണ് ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരനെന്ന് പറയുന്നുണ്ട്. ആരാണോ ദൈവവചനം അനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവരാണ് എൻ്റെ അമ്മ, എൻ്റെ സഹോദരരെന്ന് ഈശോ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഈ യുവജനതയെ ഉയർത്തി കാണിക്കുകയാണ് ഇന്ന് ഈശോ. തനിക്ക് വേണ്ടിയിട്ട് ഇന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഓടി നടക്കുന്ന യുവജനതയെ ഈശോ എത്രമാത്രമാണ് ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അത് ഇവരുടെ ജീവിതത്തിലെ മാറ്റങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അങ്ങനെ ഉണർന്ന് പ്രശോഭിക്കുക എന്ന തിരുവചനത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഈ മകൾ ഇവിടെ എടുത്തു പറഞ്ഞു. എൻ്റെ യോഗ്യത കൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ സാധ്യമായിരുന്നില്ല. റീവാല്യുവേഷനൊക്കെ അത് അത്രയേറെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ അവിടെയൊക്കെ അമ്മയുടെ കൃപയാണ് എന്നെ വഴി നടത്തിയതെന്ന് വളരെ വ്യക്തതയോടെ ഈ മകൾ പങ്കുവെക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.